പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. മധുരമണി നാദങ്ങളുടെ മായിക സംഗീത സന്ധ്യയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണിൽ കുഞ്ഞി കുറുമ്പ് നിറച്ച് നമ്മുടെ ചിരിമണിക്കൂട്ടിൽ നിന്നും ദേവനക്കുട്ടി എത്തുന്നു. വെൽക്കം ദേവന ശ്രീയ ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, ഏലമലക്കാവിൽ എന്തോ വേറെ ലുക്കാണല്ലോ. അയ്യോ ഇപ്പൊ മീനുട്ടി സാധാരണ പറഞ്ഞ ഇഞ്ചി ഏത് പാട്ടാണ്? അമ്പാടി പൈകൾ മെയ്. വിദ്യാസാഗർ എഴുതിയത്? രമേശ് നായർ സർ. ആഹാ, ബ്യൂട്ടിഫുൾ സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തകർത്തു. താങ്ക് യു സർ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യം പെട്ടെന്ന് ഒരു നന്ദി പറയേണ്ടത് നമ്മുടെ വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ അടുത്താണ്. ഇതുപോലത്തെ പാട്ടുകൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന് വേണം ഒരു പൊൻതുവലാക്കി. രണ്ടാമത് നമ്മുടെ ടോപ്പ് ബാൻഡ്, അവരെല്ലാവരും തന്നെ നമുക്ക് അതിൻ്റെ ഹൈറ്റിൽ വായിച്ചിട്ടുണ്ട്. മോളി പാട്ടിൻ്റെ സെലക്ഷൻ ഫാന്റാസ്റ്റിക്. താങ്ക് യു. പിന്നെ ദ എഫർട്ട് യു ഹാവ് ടേക്കൺ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന് എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളും എക്സ്പ്രഷനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മോളൊരു 90% വരെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്യുകയും ചെയ്തു. അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്, ഒരു വലിയ കാര്യം. താങ്ക് യു. നന്നായിരുന്നു. ഈ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് മോള് ചെയ്തിരിക്കുന്നത്. മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അതൊക്കെ പോട്ടെ. എന്നാലും അചിന്തനീയമായിട്ടുള്ള സെലക്ഷനും പാട്ടും കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. അതുപോലെ ഈ സമയത്ത് സുജുവിനും വലിയൊരു ഹായ്. നല്ല ഉഗ്രം പാട്ട്, തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും കൂടുതൽ ആഗ്രഹമുള്ള പാട്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പം ഇങ്ങനെ തോന്നുകയാണെങ്കിൽ എന്തായാലും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓഡിയൻസിന് ഇത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മോള് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഇല്ലേ, അതെപ്പോഴും അങ്കിൾ പറയാറുണ്ട്. അത് ഇന്നും മോൾ ഈ പാടിയ പാട്ടിൽ എക്സ്പ്രഷൻസ് വളരെ രസമുണ്ടായിരുന്നു കേൾക്കാൻ. നമ്മൾ ഈ പഠിച്ച് പാടുന്നത് പോലെ തോന്നുന്നില്ല, ശരിക്കും അറിഞ്ഞു പാടുന്നത് പോലെയാണ് മോളുടെ എക്സ്പ്രഷൻസിൽ കിട്ടുന്നത്. പക്ഷേ ഈ എക്സ്പ്രഷൻസ് ഇത്രയും നന്നായിട്ട് കിട്ടുന്ന സമയത്ത് മോൾ ആ എക്സ്പ്രഷൻ വരുത്താനായിട്ട് ഇങ്ങനെ ഫീൽ ഇടുമ്പം താളം കുറച്ച് വലിയുന്നുണ്ട്. അപ്പം അത് കറക്റ്റ് താളത്തിൽ തന്നെ കൊള്ളിച്ച് പാടണം. അതുകൊണ്ട് അങ്കിൾ എപ്പോഴും പറയുന്ന കാര്യം മോള് മറക്കാതെ ചെയ്യുക. എന്ത്? ടെമ്പോ ഇട്ടിട്ട്. കറക്റ്റ്. വേറെ ഒരു പ്രശ്നവും നമ്മുടെ ദേവശ്രീ കുട്ടിക്ക് ഇല്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സുന്ദരിയായിട്ട് കിട്ടുന്ന നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ വേഷം. എന്തായാലും മോളുടെ സെലക്ഷൻ വളരെ വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇവിടുത്തെ എക്സ്പ്രഷൻ ക്വീനാണ് നമ്മുടെ ദേവനശ്രീയ. ഈ സാധാരണ മോള് ഇന്ന് പാടുന്നതിനേക്കാളും ചില ഭാഗങ്ങളൊക്കെ വളരെ നല്ല രസമായിരുന്നു, നല്ല എക്സ്പ്രഷനൊക്കെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് എല്ലാത്തിൻ്റെയും ഫിനിഷിങ്, ഓരോ ലൈനിൻ്റെയും അവസാനം മോള് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി അടുത്ത ലൈൻ പാടാൻ വേണ്ടി ശ്വാസം എടുക്കുമ്പോൾ ആ തൊട്ട് മുമ്പിലത്തെ ലൈനിൻ്റെ ആ ഫിനിഷിങ് നഷ്ടപ്പെടുന്നുണ്ട്. മോളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ മോള് അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് മോള് പാടി കേട്ടോ. ഇത് തന്നെ വളരെ കൂടുതലാണ് മോളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അത് കറക്റ്റ് ചെയ്ത് തരണമെന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അനുവേണ്ടി ഇന്ന് സുന്ദരിയായിട്ടുണ്ടെന്ന് സുന്ദരിയായിട്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റ് കമന്റ് പറയുന്നതിന്റെ മുമ്പേ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ പറ. അതെ, മുൻകൂർ ജാമ്യം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ തോന്നുന്നു ഇത് ആദ്യം അങ്ങ് പറയാമായിരുന്നു. അല്ല, മധു കമന്റ് പറയുമ്പം അവള് അത് കേട്ടു, പക്ഷെ നോക്കുന്നതൊക്കെ ഡിസ്ട്രാക്ട് ആയി. ഇതെന്തോ ആയാലോ മോളുടെ ഫീല് എപ്പോഴത്തെ പോലെ വളരെ വളരെ ഏഞ്ചലിക് ഒരു ഫീലാണ്. ആ ഒരു ഏത് സംഗതി പാടിയാലും എനിക്ക് അങ്ങനെ അലിഞ്ഞു പോകും എൻ്റെ മനസ്സ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പം കുറച്ചുകൂടി ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ ആ ഫീൽ ഒരു ടെമ്പോയിൽ ചെയ്യണം. ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫീൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇഞ്ചി, ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 9.25 ഔട്ട് ഓഫ് 10. താങ്ക് യു. ദേവനക്കുട്ടി, അങ്കിൾ തരുന്നൊരു പൊട്ടിക്ക് കുറവാണ്. 8.75. താങ്ക് യു. ദേവനക്കുട്ടിക്ക് മധുവങ്കളും അനുമാമും ചേർന്ന് തരുന്നു 9.25. താങ്ക് യു. So 27.25 out of 30. താങ്ക് യു. മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു 8 wow. താങ്ക് യു. ഇന്നൊരു മീനൂട്ടി സ്പെഷ്യൽ പോക്കറ്റ് കൊടുക്കും, ഒരു ജീൻസ് പോക്കറ്റ്. ശരി, ആയിക്കോട്ടെ. ഒരു ജീൻസ് പോക്കറ്റ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവോർഡഡ് a triple wow. 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 താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക.
ഹൈസ്കൂൾ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇതാ ഒരു ഗുഡ് ന്യൂസ്. അടുത്ത അക്കാദമിക് ഇയറിലെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നിലവിലുള്ള സബ്ജക്ട്സ് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇവ കൂടാതെ സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സും ഇനി കൂട്ടുകാർക്ക് 90+ ആപ്ലിക്കേഷനിലൂടെ പഠിക്കാം. മാത്രവുമല്ല ഇതിനായി എക്സ്ട്രാ പേയ്മെന്റുകളൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ട്യൂഷന് ഒരു വർഷത്തേക്ക് 4,999 രൂപ മാത്രം. ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, പഠനം കൂടുതൽ എളുപ്പമാക്കൂ. സ്നേഹ സംഗീത വിരുന്നൊരുക്കാൻ പുഞ്ചിരി പൂക്കളുമായി നമ്മുടെ നിമക്കുട്ടി എത്തുന്നു. വെൽക്കം നിമ താജ്ദീൻ. സുന്ദരമണിയായിട്ടുണ്ട്. അതെ, ഒരു ബ്ലൂ അങ്ങനെ ഒരു ബോൾ റൂം ഡ്രസ്സിനെ പോലെ ഇട്ട് ഇങ്ങനെ ഒരു ഷൈനി ഒക്കെ ഇട്ടിട്ട് കൊള്ള അസാധ്യമായിട്ടുണ്ട് ഡ്രസ് കേട്ടോ. ഇതല്ലേ ദീപങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാന്ന് പറഞ്ഞേ? ബ്ലൂ. ദീപങ്ങളിന് എല്ലാ കളറും ഇഷ്ടം അല്ല, ഈ കളറാ ഏറ്റവും ഇഷ്ടം. ചോദിച്ചോക്ക് അല്ലേ? അതൊക്കെ പോട്ടെ, ഏത് പാട്ടാ പാടുന്നത്? മലവാകപ്പൂവേ മണമുള്ള പൂവേ ചഷകം നിറയ്ക്കൂ പൂവേ. അങ്ങനെയാണോ പാട്ട്? അങ്ങനെയാണോ? പിന്നെ മലവാകപ്പൂവേ മണമുള്ള പൂവേ. ആഹാ, ഇത് കൊള്ളാലോ. ഇങ്ങനെയായിരുന്നല്ലേ? ആരാണ് മ്യൂസിക് ഡയറക്ടർ? ശ്യാം സർ. പിന്നെ ഗാന രചയിതാവ് വയനാറോ? വയനാർ വല്ലഭൻ സർ. ആ, കറക്റ്റാ. ആര് പാടിയ പാട്ടാണ്? ജാനകിയമ്മ. ഏത് പിക്ചറില്? ഇളനീർ. കൊള്ളാലോ. അപ്പൊ പോരട്ടെ.
നീമ എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. അതായത് നല്ല ഫീല് പാടുമ്പോൾ. താങ്ക് യു ആ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല സുഖം. ചെറിയ ചിരിയോടുകൂടി പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖം എന്ന് പറയാം. ആ എക്സ്പ്രഷൻസ് ആദ്യത്തെ എന്തോ മധുമാസത്തേരിൽ നിന്ന് അവിടെ സൗണ്ട് മാറി വരുന്നു. അതെ അതെ അതെ. വേറൊരു സൗണ്ടിങ് വന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് എവിടോ ഒരു ലോകത്ത് പോയി. നന്നായിരുന്നു. അതുപോലെ കരളിനുള്ളിലെ ഉന്മാദം അല്ലേ, കുറച്ച് നല്ല എക്സ്പ്രസീവ് ആയിരുന്നു അല്ലേ. അതെ. ഇനി ഇതിനിടയ്ക്ക് ചേർന്നൊരുമ്പും കുരുവി, അത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഇത്തിരി പ്രശ്നമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കലമാനുകളൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം വന്നു. അപ്പൊ അത് ചെറിയ ശ്രുതിയുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് ടോട്ടലി ഉണ്ടല്ലോ, എന്തൊരു സുഖമായിരുന്നു കേൾക്കാൻ. പക്ഷെ എടുത്തു പറയാനുള്ളത് ഈ ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം ആർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. മോൾ അങ്ങനെ ഒരു പാട്ടെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു വലിയ നമസ്കാരം. നല്ല വരികൾ, അതുപോലെ തന്നെ സംസാരിന്റെ നല്ല ഈണം, ജാനകിയമ്മയുടെ നല്ല ആലാപനം, പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ നിമക്കുട്ടിയുടെ സൂപ്പർ എക്സ്പ്രഷൻ. ഓൾ ദി ബെസ്റ്റ്. നോക്കുട്ടി ഈ പാട്ട് പാടിയപ്പോൾ നമ്മൾക്ക് അധികം കേട്ട് പരിചയമില്ലാത്തൊരു പാട്ടാണെങ്കിൽ കൂടെ അത് മോള് പാടുന്ന സമയത്ത് അതിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് എങ്ങനെ ആസ്വദിച്ചിരിക്കില്ലേ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇനിയും കേൾക്കാൻ തോന്നുന്ന രീതിയിൽ മോളത് പാടി. പിന്നെ ഓഫ് കോഴ്സ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു, അത് മോള് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓവറോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ നൈസ് ഓഡിയോ വീഡിയോ പ്രസന്റേഷൻ. ഓഡിയോ വീഡിയോ എന്ന് പറയാൻ കാരണം മോളെ കണ്ടോണ്ടിരിക്കാനും തിരിച്ചു പാടുമ്പോ ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട. നിമ ഉണ്ടാവുമ്പോ ഇത് തന്നെ 24K ആണ്. അതായത് ആ ചിരിച്ച് പ്ലസന്റ് ആയിട്ട് പാടുമ്പം നമ്മൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ മോളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവും. ആ ഒരു എനർജി മോളുടെ ചിരിയിലൂടെ പാട്ടിലും കിട്ടും, ഓഡിയോ ആയിട്ട് മോളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നവരുടെ മനസ്സിനൊരു സുഖം. നീമ കുട്ടി വളരെ ക്യൂട്ടായിരുന്നു പെർഫോമൻസ്. അത് എനിക്ക് ഇതൊരു അത്ഭുതം തോന്നുന്നു. ബിക്കോസ് ഈ പ്രായത്തിലെ ഓരോ വാക്കിൻ്റെ ഇത്രയ്ക്കും ഒരു എക്സ്പ്രഷൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നത്? അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അനുപല്ലവി ചരണം ഒന്നുപോലെ ആ കുരുവി ഒഴുകി വരൂ അരുവി, പിന്നെ ആ ലൈനല്ലേ, അത് എല്ലാമായിട്ട് പാടി വരുമ്പം അവിടെ ലാസ്റ്റിൽ അത് ഒരു ഫ്ലോ കിട്ടുന്നില്ല, മുകളിൽ പോകുന്ന നോട്ട്. എന്നാലും അതല്ലാതെ എനിക്ക് തോന്നി നീമ ഏത് പാട്ട് പാടിയാലും നീമയുടെ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈലുണ്ട് ആ പാട്ടിൽ. ആ വോയിസിൻ്റെ ഒരു മാജിക്, അത് ഇറ്റ്സ് വെരി ഡിഫറെൻ്റ് ആണ്. സോ ഞാനൊരു ഫാനായി നീമയുടെ വോയിസിൽ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, സോ ഗോർജിയസ്. ഗോഡ് ബ്ലെസ് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു ഈ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോങ്, സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ കേട്ടപ്പോൾ എല്ലാ ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ അത് തന്നെയാണ് നോട്ട് ചെയ്തിട്ടുള്ളത്, ചേർന്നൊരുമ്പും കുരുവി ഒഴുകി വരും അരുവി, അനുപല്ലവിയിലെയും ചരണത്തിലെയും ആ ലൈൻസ്. വേറൊന്നും എനിക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം പക്ഷെ മധു ഇത് നോട്ട് ചെയ്തോ, മധു എന്ന് പറയുന്ന സ്ഥലങ്ങൾ മാത്രം അതിമനോഹരമായിട്ട്. അതെ 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 അതെ. മധു ചഷകം, പിന്നെ മധുമാസം, അതല്ലേ, അതെന്തോ ഒരു കൂടുതൽ ഭംഗി തോന്നി. ആണല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളൊന്ന് പാടിയത് കേട്ടോ. മോളുടെ വോയിസിന് പറ്റിയ പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. നീമക്കുട്ടി, മാർക്ക് വേണ്ടേ? അപ്പൊ ഞാൻ തരുന്നു 9.5 ഔട്ട് ഓഫ് 10. നോക്കുട്ടി 9.5. നീമക്കുട്ടിക്ക് മധുവങ്കളും അനുമാമും ചേർന്ന് തരുന്നു വീണ്ടും 9.5 ഔട്ട് ഓഫ് 10. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. പെട്ടെന്ന് ചോദിച്ചാ 2090 10 എത്ര? 2100. ഇത്ര അറിഞ്ഞൂടെ മീനുട്ടി? 2000 ഞാൻ ജസ്റ്റ് ചോദിച്ച 2090 10 കൂടെ കൂട്ടി എത്ര വരും? എത്ര വരും? 2010. നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കണ്ട. 2090 എന്നൊരു വാക്ക് കേരള ജനതയ്ക്ക് കൊടുത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഉത്തരം 2100 ആണ്. സോ ടോട്ടൽ 28.5 ഔട്ട് ഓഫ് 30. അതായത് മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു വീണ്ടും ഒരു മൈസൂർ പാക്കറ്റ് വരും. ഇത് ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഞാനും മറ്റേ BR പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ലിറിക്ക്, അപ്പൊ 1 അങ്കിൾ 2 അങ്കിൾ 3 ആ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ നായർ മെസ് അറിയാമെന്ന് എനിക്കറിയാം, ദീപുവിനൊക്കെ അറിയാം.
ആ നായർ മസ്സിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങള് ഇദ്ദേഹം ആദ്യമായിട്ട് വരിക. അപ്പൊ അവിടെ എല്ലാം ഇത്രയും ചെറിയ കിണ്ണത്തിലേ തരത്തുള്ളൂ. മട്ടന്റെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നൊക്കെ ഇരിക്ക എങ്ക മട്ടൻ സ്പെഷ്യൽ എന്നെ ഇരിക്കുന്നത്. ഒരുത്ത നിന്ന് ഒറ്റയടി മട്ടൻ ഫ്രൈ, മട്ടൻ കറി, പിന്നെ മട്ടന്റെ ചെവി, പിന്നെ മട്ടന്റെ ലിവർ, പിന്നെ മട്ടന്റെ ബ്രെയിന്, പിന്നെ മട്ടന്റെ എന്താ കുളമ്പ്. മതി മട്ടന്റെ എല്ലാം പറഞ്ഞാ പോരെ. ചുമരിയുടെ ആ മട്ടന്റെ കുളമ്പ് എന്ന് വേണ്ട ഇതെല്ലാം പിന്നെ തല ചുരണ്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ബിയാ പ്രസ്തായിരുന്നിട്ട് ഇതെന്ത് മട്ടന്റെ സ്പെയർ പാർട്സ് കടയാണ്. എനിക്ക് അതുപോലെ തോന്നിയത്. ആടി ലോനപ്പ ഒരു നിമപ്പൂക്കുറ്റേ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. നിമ്മക്കുട്ട ഓൾ ദി ബെസ്റ്റ്. പാട്ടുവേദിയിൽ എന്നും എന്നും വിസ്മയങ്ങൾ തീർക്കുന്ന പ്രേക്ഷകരുടെ സ്വന്തം ശ്രീതന്തൂട്ടൻ എത്തുന്നു. വെൽക്കം ശ്രീതന്താൻ. നനഞ്ഞ നേരിയ പട്ടുറുമാൽ. നനഞ്ഞ നേരിയ പട്ടുറുമാൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യും? സുവർണ നൂലിലെ അക്ഷരങ്ങൾ. ശരി, സുവർണ നൂലിലെ അക്ഷരങ്ങൾ. അത് രണ്ടിനും ഒരു ബന്ധവുമില്ല. പിന്നെ അതിലെന്റെ മോഹങ്ങൾ പോവണിഞ്ഞു. അപ്പോഴാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലേ? അങ്ങനെ രണ്ട് വരി വരുമ്പോഴാണ് മോഹങ്ങൾ പൂണിയുന്നത്. നിന്റെ മോഹം എന്താണിത് പാടുമ്പോൾ? നന്നായി പാടണം. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു ഈ പാട്ട് നന്നായിട്ട് പാടണേ എന്നുള്ള ഒരു മോഹം പൂണിയട്ടെ. ശ്രീനന്ദ്, സർ എന്തൊക്കെയുണ്ട് ശ്രീനന്ദ് വിശേഷം? നല്ല വിശേഷം. ശ്രീനന്ദ് ഇപ്പൊ അടിച്ച് കേറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഫോമിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാ പെർഫോമൻസ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് ശ്രീനന്ദ് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ പാട്ടും എപ്പോഴത്തെ പോലെ അടിച്ചു പൊളിക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നേരിയ പട്ടുറുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നനഞ്ഞ നേരിയ പട്ടുറുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ
ഒന്നും പറയാനില്ല. അസലായിട്ട് പാടി. I have nothing to say. ഇതിലായിപ്പോയി ഇപ്പോ. ഒന്നും അടിപൊളി പാട്ട് ആസ് ഓൾവേസ്. ഒന്നും തന്നെ അങ്ങനെ ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ എന്നൊന്നും പറയാനില്ല. ഈ പാട്ട് അങ്കിളിന് ചെറുപ്പം തൊട്ടിട്ട് അങ്കിളും കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ ഇതിൽ ശരിക്കും മോൻ്റെ പാട്ട് സ്വരം പാടി തുടങ്ങിയപ്പോൾ തന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം മോൻ നമ്മളെ അറിയിച്ചു. കറക്റ്റ് അതുപോലൊക്കെ തന്നെ മോൻ പാടി. നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെ. വേണമെങ്കിൽ ചെറിയ കെയർ മോൻ ലോ പാടുന്ന സമയത്ത് എടുക്കണം. ഹൈ മോന് ആക്ച്വലി പ്രശ്നമില്ല. ലോ വരുന്ന സമയത്ത് മോൻ്റെ പ്രായം അങ്ങനെ ആയതുകൊണ്ട് അധികം ഡെപ്ത് ഇല്ല. അത് ഈ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ്. അത് കുറച്ചും കൂടി ഒന്ന് കൺട്രോളിൽ പാടുക കേട്ടോ. മോൻ്റെ പാട്ട് പാടുന്നതിൻ്റെ തുടക്കം ശ്രുതി തൊട്ട് സ്വരം തൊട്ട് മോന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പാടിത്തന്ന ആൻ ബെൻസൺ മോനെ മാക്സിമം കോംപ്ലിമെന്റ് ചെയ്ത് ആൻ ശ്രുതി തെറ്റാതെ പാടിയത് കൊണ്ടാണ് മോൻ്റെ ശ്രദ്ധ പാടാതെ കറക്റ്റായിട്ട് പാടിയത്. അതുകൊണ്ട് ഞങ്ങൾ ആൻ ബെൻസന് വലിയൊരു കയ്യടി കൊടുക്കുന്നു. നന്ദു ഒരു രക്ഷയില്ല, അസാധ്യമായിരുന്നു കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലൊരു വാക്കുണ്ടല്ലോ, നീ ഒരു സാരംഗിയോ. സാരംഗി കണ്ടിട്ടുണ്ടോ? അത് നോർത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ആണ്. അതിലും ഫ്രെട്ട് ഒന്നുമില്ല. അത് ജസ്റ്റ് വയലിനെ പോലെ ജസ്റ്റ് സ്ട്രിങ്സ് ആണ് അല്ലേ. അപ്പോൾ പൊസിഷൻ നമുക്ക് വായിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ശ്രുതിശുദ്ധത്തോട് വായിക്കണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വയലിനും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ വയലിൻ്റെ നോട്ട്സ് അത് കിട്ടാൻ, നല്ല ശുദ്ധ നോട്ട്സ് കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ തന്നെ ഈ വോയിസ് അല്ലേ, അവിടെ ഒന്നും ഫ്രെട്ട് ഇല്ലല്ലോ. നമ്മുടെ സ്വരസ്ഥാനമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ മസിൽ മെമ്മറിയിലാണ് പാടുന്നതല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഉള്ളിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് വയലിനും സാരംഗിയും ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് എപ്പോഴും ബഡേ ഗുലാം അലി ഖാൻ സാബ് അവരുടെ ഒരു എന്തെങ്കിലും റെക്കോർഡിങ് കേൾക്കുമ്പം അവർ ഏത് നോട്ട് ചിന്തിച്ചാലും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരും. എനിക്കെന്തോ ഉള്ളിൽ ഒരു സാരംഗി അങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ സന്തൂർ വായിക്കുമ്പം എല്ലാം ആ രാഗത്തിൽ തന്നെ ട്യൂൺ ചെയ്യും. അപ്പം നമുക്ക് അത് തെറ്റിക്കുന്നേ ഇല്ല. ബിക്കോസ് നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്താൽ എവിടെ ഹിറ്റ് ചെയ്താലും ആ രാഗം നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ ഒരു ഉള്ളിൽ ഒരു സന്തൂർ ഉള്ളത് പോലെ തോന്നും എനിക്ക് ചിലപ്പോൾ. ബിക്കോസ് ആ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ വളരെ വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് നോട്ട് പാടിയാലും അങ്ങനെ പെർഫെക്ഷനോട് വരും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വലിയ പാട്ടുകാരാവാൻ പോകുന്നു നമ്മുടെ ശ്രീനന്ദ്. സോ അമേസിങ്, വെരി എഫേർട്ട്ലെസ്ലി ആണ് പാടുന്നത്, വളരെ ഈസി ആയിട്ട്. പിന്നെ ആ എക്സ്പ്രഷൻസ്, ആ സാരംഗി എസ്പെഷ്യലി, ആ സ്ഥലം അസലായിരുന്നു മോനെ. പല സ്ഥലങ്ങളും അസലായിരുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതത്തിൽ പല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം ശ്രീനന്ദുവിന്. ഒരു വലിയ പാട്ടുകാരായിട്ട് ചിലപ്പോൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്, സെലിബ്രിറ്റി ആയിട്ട് തിരിച്ചു വരണം. ഓൾ ദി ബെസ്റ്റ്. കാലക്കിയല്ലോ, മനസ്സുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് പൂ തന്നു കേട്ടോ. പക്ഷെ എപ്പോഴും അങ്ങനെ വന്ന് പൂ തരണ്ടെന്ന് വെച്ചിട്ടാണ് വരാത്തത്. ഈ പ്രായത്തിലെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സിംഗേഴ്സ് പാടുന്ന പോലെയാണ് മോൻ പാടുന്നത്. അത് ഒരു സ്പെഷ്യൽ ഒരു കാര്യമാണ് മോന്റെ കാര്യത്തിൽ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പ് വാതിൽ പഴുതിലൂടെ എന്നുള്ള പാട്ടില്ല, ഇടനാഴിയിലൊരു കാലച്ചോല പാട്ടൊരു കുട്ടി പാടി ഇവിടെ. അപ്പോൾ പറഞ്ഞിരുന്നു കളർ സിനിമകൾ വന്നപ്പോൾ സ്വാമിയുടെ വ്യത്യസ്തമായ രീതിയിലുള്ള പാട്ടാണെന്ന്. വാതിൽ പഴുതിലൂടെ മുന്നിൽ, അതുപോലെ തന്നെ ഇതും കളർ സിനിമ വന്നിട്ട് സ്വാമി ചെയ്തതാണ്. ആ കാലത്തിനനുസരിച്ച് സ്വാമി പാട്ടിൻ്റെ രീതിയും മാറ്റി. ഈ പാട്ട് ഇപ്പോൾ മോഡേൺ ഓർക്കസ്ട്രേഷനിൽ ഇന്നിപ്പോൾ റിലീസ് ചെയ്താലും സംഭവം വളരെയധികം ശ്രദ്ധിക്കപ്പെടും. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു ഓസം പെർഫോമൻസ് ആയിരുന്നു, ആ ടീഷർട്ടിൽ എഴുതിയ പോലെ തന്നെ. ഓക്കെ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. ശ്രീനന്ദ് കുട്ട, മാർക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ എക്സൈറ്റ്മെന്റിന്റെ മേളിൽ ഒരു കമന്റ് പറഞ്ഞില്ല. എനിക്ക് പറയാനൊന്നും ഇല്ല. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടി ഈ പാട്ടൊന്ന് പാടിയാലും. ഞാൻ ഒരു വരി തുടങ്ങിവിടാം. നനഞ്ഞ നേരിയ പട്ടുറുമാ സുവർണ്ണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണി നനഞ്ഞ നേരിയ പട്ടുറുമാ സുവർണ്ണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഈ മണലിന്റെ മാറിൽ തളർന്നു മയങ്ങും നഖചിത്രപടത്തിലെ ലിപികൾ ഏതോ നവരത്നദ്വീപിലെ നിധികൾ
ഏതോ നവരത്ന ദ്വീപിലെ മിഴികൾ ഏതോ നവരത്ന ദ്വീപിലെ മിഴികൾ. ചുമ്മാ ഒരു സുഖം നിന്റെ കൂടെ പാടാൻ. പറയട്ടെ മാർക്ക് 10 out of 10. താങ്ക് യു സർ. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു. കാരണം ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീകുണൻ ചേട്ടൻ പറഞ്ഞു എക്സൈറ്റ്മെന്റിന്റെ പേരിൽ അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യും. ഞാൻ പിന്നെയും നോക്കി അങ്ങനെ വല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് നമുക്കൊന്ന് പാടിയാലോ. ശ്രീനന്ദ് സർ. 10 out of 10. താങ്ക് യു സർ. നന്ദു ഓഫ് കോഴ്സ് 10 out of 10. താങ്ക് യു മാം. താങ്ക് യു സർ. So total full mark 30 out of 30. താങ്ക് യു സർ. ടോപ്പ് സിംഗറിലെ ഏറ്റവും ഹയസ്റ്റ് 30 out of 30 കിട്ടിയ ശ്രീനന്ദിന് എന്താണ് കിട്ടേണ്ടത്? ഗോൾഡൻ ക്രൗൺ. എടുത്തോ. Golden താങ്ക് യു സർ. അടിയൊരു പൂക്കുറ്റി. Congratulations, you are already golden crown. താങ്ക് യു സർ. MG അങ്കിളെ, എന്റെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കട്ടെ? ആ. ക്വസ്റ്റ്യൻ വളരെ സീരിയസ് ആയിട്ട് ബുദ്ധിപരമായി നമ്മൾ മാത്രമില്ല. ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, കേട്ടോണേ. ഒരാൾ എഴുതൊന്നും വേണ്ട. ഒരാളിങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നു. ഒരാള് ഇങ്ങനെ ഗ്രാമത്തിൽ ചെന്നു. അങ്ങനെ അപ്പൊ അവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോ ഒരു വീടും കാണാം. വീട്ടിൽ നിറച്ച ആൾക്കൂട്ടം. വീട്ടിൽ നിറച്ച ആൾക്കൂട്ടം. അവരെല്ലാവർക്കും ഭയങ്കര സങ്കടം, വീട്ടിലുള്ളവർക്ക്. അപ്പൊ കടയിലുള്ള ആളുടെ അടുത്ത് ഈ നടന്നു വരുന്ന ആൾ ചോദിച്ചു, സമയം എത്രയായി എന്നും ചോദിച്ചു. അവിടെ എന്താ എത്ര ആൾക്കൂട്ടം എന്നും ചോദിച്ചു. രണ്ടിനും കൂടെ ഒരു ഉത്തരം പറ. ഒരേ ഉത്തരം. എന്നാ ഉത്തരം പറ. ഞാൻ പറയട്ടെ. ഏത് വേറെ എളുപ്പല്ലേ? ഇതെന്നാ ചോദ്യം? അതൊന്ന് ചോദിച്ചു. മണി 5 പറഞ്ഞു. ദീപങ്ങൾക്ക് അറിയായിരുന്നോ? ഇല്ല. പിന്നെന്താ പറയാൻ വന്നേ? ഞാൻ ഇതല്ല പറയാൻ വന്നത്. എന്നാ ഉത്തരം എന്ന് പറഞ്ഞേ. ഞാൻ പറയാൻ പോയത് സമയമായി അവിടെ. മനസ്സിലായില്ലേ? അത് ഉത്തരല്ലേ? അത് ഉത്തരാണ്. അതൊരു സമയമാണ്. അയാളുടെ സമയമായി. എന്നുവെച്ചാൽ മണിയൻ മണി 5 അത് വേറെ ലെവലിലാണ് ഈ ആൻസർ. അവിടെ സമയാകാറായി. പക്ഷെ എനിക്ക് ഇതൊന്നും അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും മീനൂട്ടിയുടെ അടുത്ത് പറയാനുള്ളത്. എന്താ? മീനൂട്ടി സാധാരണ ഗൗണൊക്കെ ഇട്ട് വരുന്ന സമയത്തുള്ള ഒരു നടപ്പല്ലല്ലോ ഈ ജീൻസ് ഇടുമ്പോ. അതെന്താണ് അങ്ങനെ ആവാൻ കാരണം? ഈ ജീൻസും സ്പോർട്സ് ഷൂസ് ഒക്കെ ഇടുന്ന സമയത്ത് അവിടെ ഇവിടം വരെ വന്നിട്ടുണ്ട് പോയി. അതെ, അതാണ് ഒന്ന്. അല്ലല്ല, അങ്ങനെ അല്ല, അങ്ങനെ കടിച്ചു പിടിച്ച് നടക്കണ്ട. സാധാരണ പോലെ. ഇത് ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയല്ല ഞാൻ വന്നേ. ഇങ്ങനെയൊന്നും അല്ല വന്നത്. തിരിച്ചു പോകുമ്പോ ചിലപ്പോ വരും. ഇങ്ങനെയായിരുന്നോ? ഞാൻ പറയാം എങ്ങനെയാ പോയെന്ന്. വേണ്ട. അയ്യോ എന്റെ പൊന്നോ. ഞാൻ ശരി, ഏതാണ്ട് അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീനന്ദിന്റെ മാർക്സ് കഴിഞ്ഞു അല്ലേ? പിന്നെ എന്തിനാ നീ ഇവിടെ നിക്കുന്നേ? ബൈ മോനെ, ബൈ. ചെല്ലിന് അടുത്ത ആളെ വിളി. നേരിയ പട്ടുറുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ഇതാ ഒരു സുവർണ അവസരം. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയ www.mygi.in വൻ ഓഫറുകളോടെ സൂപ്പർ സീൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഓഫറുകളാണ് mygi.in നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ എല്ലാവിധ ഗാഡ്ജറ്റുകളും സ്വന്തമാക്കുന്നതിനോടൊപ്പം മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഓഫറുകളും നിങ്ങൾക്ക് നേടാം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒട്ടും വൈകേണ്ട. ഇനി ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കാം മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന സൂപ്പർ സെയിലിലൂടെ. വേറൊരു റേഞ്ച് ഓഫർ എക്സ്പീരിയൻസ് ചെയ്യാൻ സന്ദർശിക്കൂ www.mygi.in. mygi.in, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. കുഞ്ഞു പാട്ടിന്റെ സുന്ദര ഭാവമേകാൻ പാലക്കാട് നിന്നും നമ്മുടെ വന്ദിത കുട്ടി എത്തുന്നു. വെൽക്കം വന്ദിത. വന്തി, എന്ത് തരണം? എന്തെങ്കിലും തരണം വരുമ്പോഴേ അല്ലേ? ഞാൻ എന്റെ പാട്ട് തരാം.
ശരി, ഏത് പാട്ടാണ് തരാൻ പോണേ? ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. 1987 ഒരു സൂപ്പർ ഹിറ്റ് ഗാനം. ഗുഡ് സെലക്ഷൻ. താങ്ക് യു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കീണം, മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കീണം, കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യണം, സൗന്ദര്യമേൽ കൂരമേയും ഈ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം, സൗന്ദര്യമേൽ കൂരമേയും ഈ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ.
വന്ദിത, ഓ നല്ല പാട്ട് നമ്മൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ വിദ്യാധരൻ മാഷിന്റെ പാട്ടാകുമ്പോഴത്തേക്ക് ഈ സംഗതികൾ നമുക്ക് എളുപ്പം പാടാമെന്ന് തോന്നും, പക്ഷെ അത് പാടി ഫലിപ്പിക്കാൻ ഭയങ്കര പ്രയാസം. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, എന്നാലും അതൊക്കെ കുറേ സ്ഥലങ്ങൾ അത് ഒന്നുകൂടെ പെർഫെക്റ്റ് ചെയ്യണം. ഇപ്പം ഹരിനാമജപം എന്നില്ലേ, അവിടെ കുറച്ച് ഫീലും കൂടി ഇട്ട് നോക്കി. നാമജപമല്ലേ, നായില് ഹരിനാമ നാമജപം. മോളി പാടുന്നത് നോ അതല്ല, അവിടെ ഫീൽ വരും. ഹരിനാമജപം ഹരിനാമജപം. അവിടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മാഷുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഈ പാട്ട് എടുക്കുമ്പോൾ മോള് പാട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ 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 കൊച്ചു 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 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനിയുണ്ട്, വീട്ടിൽ വളരണം, ഒതുക്കാൻ നിൽക്കണം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഈ കുഞ്ഞു കുഞ്ഞു സംഗതികളും ഭാവങ്ങളുമാണ് മാഷുടെ ഒരു സംഭവം. നല്ല എഫർട്ടാണ്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മറ്റേന്നെല്ലാം മാറി മുമ്പോട്ട് വരുന്നുണ്ട്, അതെല്ലാം ഓക്കെ. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പാട്ടിനകത്ത് എന്തൊക്കെയാണ് ചെറിയ 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 ന്യൂൻസസ് എന്നുള്ള കേട്ട് തറപ്പിച്ച് പഠിക്കണം. ഓക്കെ. മോള് ഈ പാട്ട് പാടിയതിനെ കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഫസ്റ്റ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ മോള് കാണിച്ച ആ ഒരു ധൈര്യവും മോളുടെ മനസ്സിപ്പം അതിന് പ്രിപ്പയർഡാണ്. മോള് പാടിയപ്പോൾ ഇതിൽ അത്യാവശ്യം പാട്ട് കേട്ടാൽ ഒരു സാധാരണക്കാരന് പാടാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ മോള് പാടിയിട്ടുമുണ്ട്. അതിനാദ്യം തന്നെ ഞാൻ മോൾക്ക് വലിയ കൈയ്യടിക്കണം. അതായത് വന്ന വന്ധ്യതയിൽ നിന്നും ഈ നിൽക്കുന്ന വന്ധ്യതയില്ലേ, ഇന്നത്തെ ഈ പാട്ട് പാടിയ വന്ധ്യതയായിട്ട് നോക്കുകയാണെങ്കിൽ ചെറുതൊന്നുമല്ല, ഇമ്പ്രൂവ്മെന്റ്, ബിഗ് ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇനി എൻ്റെ രണ്ടാമത്തെ അഭിപ്രായം, ആ ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ വന്നെങ്കിൽ കൂടെ ഈ പാട്ടിൻ്റെ അകത്ത് മോള് മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ചെറിയ ചെറിയ വലിയ സംഭവങ്ങളുണ്ട്. അതായത് ഈ ചെറിയ സംഭവങ്ങൾ ഒരു 10 കൂടിയാൽ വലിയൊരു സംഭവമായി മാറും ആ പല്ലവി. ഓൾമോസ്റ്റ് 75-80% വരെ മോൾക്ക് കിട്ടി. പക്ഷെ ആ 80-നെ ഒന്ന് പുഷ് ചെയ്ത് 100 ആക്കാൻ ഒളിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കില്ല, ആ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് വരാത്തതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടച്ചസ് അത് ഈ പാട്ടിൽ കുറേ ഉണ്ട്. അതാ പറയുന്നത്, തൊണ്ടയിൽ നിന്നല്ല, അത് ഹാർട്ടിൽ ഒളിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ്. അത് തൊണ്ടയിൽ അതിൻ്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു സജഷൻ മാത്രമേ കാണിക്കുള്ളൂ. അപ്പം മോൾ ആ ഹാർട്ടിൻ്റെ എക്സ്പ്രഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ പാട്ടുകൾ മോൾക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് വന്ദിതയുടെ ഒരു കോൺഫിഡൻറ്റ് പ്രസൻസ്. അപ്പോൾ പാട്ടിലും അങ്ങനെ തന്നെ ദീപകേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ പാട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? കുണുകുണു സംഗതീസാണ്. വിദ്യാധരൻ മാഷ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ് ആ പാട്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി സമയമെടുത്ത് ഒന്ന് ഈ വോയിസ് സെറ്റിൽ ആയ ശേഷം നമുക്ക് ഈ പാട്ട് പാടിയാൽ തീർച്ചയായിട്ടും ഒരു 95% അല്ലേ, അപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് ഈ വിദ്യാധരൻ മാഷിൻ്റെ സോങ്. അപ്പോൾ ഇത് കൂടുതൽ പറയാനൊന്നുമില്ല ഇപ്പോൾ, ബിക്കോസ് ശ്രീയേട്ടൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ പാടി കേൾപ്പിച്ചപ്പോൾ ഇവിടെ സംഗതി കറക്റ്റ് ഇല്ല, ഇവിടെ ഇപ്പോൾ എക്സ്പ്രഷൻസ് വേണം, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതാണ് എനിക്ക് ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഞാനും ഈ പാട്ട് മോൾ ഇവിടെ സെലക്ട് ചെയ്ത് വന്ന് പാടിയതിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ശ്രുതിയാണ് മോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. സംഗതികളുടെ പെർഫെക്ഷൻ കുറച്ചും കൂടി ഭാവത്തിൽ പാടുകയും ചെയ്യണം. മോള് ഇപ്പോൾ ഒരു ടോപ്പ് സിംഗറിലെ വിന്നറാവാൻ വേണ്ടിയിട്ട് ഇവിടെ പാടുന്നതിനേക്കാളും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് മോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും മോൾ നല്ലൊരു ഗായികയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമമാണ് മോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ഗായികയായി തീരും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ. ഓക്കെ. സോ വന്ദിത കുട്ടി, ഇന്ന് മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. 8.5. ഞാനും മധുവേട്ടനും ഒരുമിച്ച് തരുന്ന മാർക്ക് 8 on 10. സോ ടോട്ടൽ 24 ഔട്ട് ഓഫ് 30. Which means മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു A double wow. ആടിയൊരു മുക്കുറ്റി. Congratulations, you are awarded a double wow. 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 And tissue. And tissue.
അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ചിരിക്കൊഞ്ചലിന്റെ പാട്ടുകൂട്ടിലെ കുസൃതിക്കുട്ടി ആലപ്പുഴക്കാരി നമ്മുടെ വൈകക്കുട്ടി. വെൽക്കം വൈകാലക്ഷ്മി. ഞാൻ ഇന്നൊരു ഒപ്പനപ്പാട്ടാണ് പാടാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടല്ലേ ഒപ്പനപ്പാട്ട് പാടുന്നത്. നന്ദിനി ഒപ്പോൾ എന്ന സിനിമയിലെ മൈലാഞ്ചി എന്തിൻ്റെ മണവാട്ടി പെണ്ണിൻ്റെ എന്നുള്ള പാട്ടാണ് ഞാൻ പാടുന്നത്. ഇതിൻ്റെ ലിറിക്സ് ONV കുറുപ്പ് സാറാണ്, സംഗീതം ചെയ്തത് ഔസേപ്പച്ചൻ സാറാണ്, പാടിയത് ജാനകി അമ്മയാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തകർത്ത് പാടിയിട്ട് വരാം. ടാറ്റാ. ആലപ്പുഴ പട്ടണത്തില് അതിമധുരം തന്ന വിതറിയോളെ വിതറിയോളെ തന്നാലും വിതറിയാലും ഒന്ന് തന്നല്ലോ. ശരി, അപ്പൊ നീ വിതറാൻ പോണ ഏതാണ്? മൈലാഞ്ചി എന്തിന് മൈലാഞ്ചി വിതറുന്ന ഏത് സിനിമയെന്നാ വിതറുന്നേ? നന്ദിനി ഒപ്പോൾ. ഇതാരാണ് സംഗീതം വിതറിയത്? ഔസേപ്പച്ചൻ സാറ്. അല്ലേ, മീനൂട്ടിക്ക് വേണ്ടിയാ ഇത് പറയുന്നത്. എനിക്ക് വിതറണ്ട. ആരാ എഴുതി വിതറിയത്? ONV കുറുപ്പ് സാർ. ആരാ വിതറി പാടിയത്? പാടി വിതറിയത്. പാടി വിതറിയത് ജാനകി അമ്മ. എങ്കിൽ നീ വിതറ. കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജഡ്ജ്മെന്റിലൊന്ന് വിതറാൻ. ഓൾ ദ ബെസ്റ്റ് വിതർ.
ഇത് ശരിക്കും ഞാൻ ഓർക്കുകയും ചെയ്തു. മണവാളൻ വരുന്ന സമയത്ത് എവിടെയോ കണ്ടു കണ്ട് പരിചയമുള്ളതാണ്. അല്ല, എനിക്ക് ഒരു ചെറിയ പ്രശ്നം തോന്നിയത്, കൂടെ കൂടെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒളിഞ്ഞു ഇരിക്കുകയാണ്. നോക്കുന്നത്. കാരണം ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മുഖം കാണാൻ വയ്യ. അപ്പൊ എന്തോ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇത്രയും ഒരു ഡമാർ പടാർ അതെ അതെ You're so സസ്പെൻസ് ആണെന്ന് അറിഞ്ഞില്ല. ഇപ്പോഴും പുതുമണവാളനെ പോലെയും പുതുമണവാട്ടിയെ പോലെയും ഉണ്ട് കണ്ടിട്ട്. സത്യം. ഇത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു മോൾക്ക്. അവള് പാടിയത് ഇപ്പോഴും ഞെട്ടി നിൽക്കോ. അതെ അല്ലേ? അറിഞ്ഞില്ലേ മോളെ? അറിഞ്ഞില്ല. അറിഞ്ഞില്ല. കൊള്ളാം, നന്നായിരുന്നു. വെരി ഗുഡ്. അതുപോലെ തന്നെ പാട്ടും മോളെ നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീലമത്സ്യം ചരണം. ആ പോർഷൻസ് കംപ്ലീറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവിയും കുഴപ്പമില്ല. ഈ പാതുകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് ശരിയാക്കാനുണ്ട്. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ഞെട്ടിക്കലായിപ്പോയി, അതെ, ഒരു ഒന്നൊന്നര ഞെട്ടിക്കലായിപ്പോയി. ബട്ട് നൈസ്. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൂടാനും അല്ലേ? എന്ത് പറയുന്നു? സത്യം സാറേ, സത്യം. ഈ അടുത്ത മെയ് 3 ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, 12ാമത്തെ വിവാഹ വാർഷികമാണ്. അതെങ്ങനെ? ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണല്ലേ ഉള്ളൂ. അതെ. അല്ല, ഈ അവസരത്തിൽ ഇത്രയും വലിയ വേദിയിൽ, നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ പുതുമണവാളനായിട്ട്. സത്യമായിട്ട് ഒരുപാട് പാടത്തില്ലേ ആ പ്രോഗ്രാം പ്രൊഫഷണൽ ആയിട്ട്. അപ്പം ഒരു പല്ലവി ഒന്ന് പാടുക. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു നല്ല ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. നല്ല ശബ്ദം, അതെ, നല്ല ഭാവം. അതെ. കണ്ടോ മോളെ? അച്ഛനെ കണ്ടു പടി. അച്ഛൻ്റെ നിന്ന് പഠിച്ചു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വൈകക്കുട്ടിയുടെ പാട്ട് വന്ന വഴി ഏതാന്ന് ഇപ്പം എല്ലാവർക്കും അങ്ങ് ഉറപ്പായിട്ട് മനസ്സിലായി. ഇങ്ങനെ പാടുന്ന ഒരു അച്ഛൻ വീട്ടിലുണ്ടാവുമ്പോ മോൾ ഇങ്ങനെ പാടിയില്ലെങ്കിലാണ് നമുക്ക് അതിശയം ഉണ്ടാവുക, അല്ലേ? അതെ, തീർച്ചയായിട്ടും. മോൾ ഇന്ന് പാടിയ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒപ്പന എന്ന് പറയുന്ന ഒരു ജോണർ ക്യാരി ചെയ്യേണ്ട ഒരു ഫീൽ അത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യങ്ങൾ ആദ്യം പാട്ട് പാടുമ്പം ഇതെന്താണ്, ഇങ്ങനെയാണോ ഔസേപ്പച്ചൻ സാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച 2-3 നോട്ടുകൾ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടേക്കിൻ്റെ സമയത്ത് ഒരു ഉറപ്പില്ലായ്മ ഉണ്ടായിരുന്നു ചില നോട്ടുകൾ. കാരണം സാധാരണ ഒപ്പന പാട്ടുകളിൽ കേൾക്കുന്നതല്ലാത്ത ചില റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നുണ്ട് കമ്പോസർ. ആ 2 നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാം അതിമനോഹരമായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എനിക്ക് വയ്യ, ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ. ഇറ്റ്സ് സോ ക്യൂട്ട്, റിയലി റിയലി ക്യൂട്ട്. വളരെ നന്ദി ഇവിടെ വന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ സർപ്രൈസ് ചെയ്തത്. അല്ല, ആൻഡ് യു സാങ് സോ ബ്യൂട്ടിഫുള്ളി. എന്തൊരു വോയിസ് ആയിരുന്നു, നല്ല ഒരു ഗാത്രമുള്ള വോയിസാണ്. വൈകക്കുട്ടീൻ്റെ പെർഫോമൻസ് ഓൾമോസ്റ്റ് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം പല്ലവി പാടിയപ്പോൾ ഈ മറന്നു നീ അല്ലേ ആ ഒരു സ്ഥലം, എനിക്കെന്തോ ഒരു വോയിസിൽ ഒരു കൺട്രോൾ കിട്ടാത്തത് പോലെ തോന്നി. പക്ഷെ പിന്നെ എല്ലാം ശരിയായി. സോ കുറച്ച് ഇവിടെ പെർഫെക്ഷനിൻ്റെ കുറവാണ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് മോള്. എന്തായാലും മണവാളൻ അതിഗംഭീരമായിട്ട് പാടി. നല്ല നല്ല വോയിസ് ആണ് കേട്ടോ പ്രശാന്തിൻ്റെ ശബ്ദം.
എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ പ്രശാന്തിന് ഗോൾഡൻ ക്രൗൺ എന്ന്. വൈകുകുട്ടി നല്ല സെലക്ഷനാണ്, നന്നായിട്ട് പാടുകയും ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ. വളരെ ചെറിയ പ്രശ്നങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ നന്നായിരുന്നു. നിങ്ങളെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ കപ്പിൾ പോലെയുണ്ട്. അതെ 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 അതെ. രഞ്ജിതയ്ക്ക് ശരിയാണ്, അപ്പോൾ പറഞ്ഞ പോലെ ഒരു കാശ്മീരി ഫീലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വൈകുകുട്ടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. വൈകക്കുട്ടിക്ക് ഇന്ന് തരുന്ന മാർക്ക് 9.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വൈഗ മോൾക്ക് ഞാനും തരുന്നു 9.25. താങ്ക് യു സർ. ഞാനും അനുമാമും ചേർന്ന് തരുന്നു 9 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. So you got 27.5 out of 30. താങ്ക് യു സർ. And that means മോൾക്ക് the judges panel തരുന്നു a triple wow. താങ്ക് യു സർ. ആദ്യൊരു പുതുമണവാളൻ മണവാട്ടിപ്പൂക്കുറ്റി. Congratulations, you are awarded a triple wow. Wow! 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോ നോർത്ത് ഇന്ത്യൻ കപ്പിൾ, അതെ, താങ്ക് യു ഫോർ കമ്മിങ്. മണവാളൻ മണവാട്ടി അച്ഛാ ജാവോ. അതെ, അച്ഛാ ജാവോ. മൈലാഞ്ചി എന്തെന്നി മണവാട്ടി പെണ്ണിന്റെ മാണിക്ക കൈയുകളിൽ ദീപങ്ങളെ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ശ്രീനന്ദ്. പട്ടുറുമാ സുവർണ്ണ നൂലിലെ അക്ഷരങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാട്ടുകളൊക്കെ കേട്ടു. പ്രേക്ഷകർക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീണ്ടും നാളെ കാണും. Till then എല്ലാവർക്കും ബൈ ബൈ ഫ്രം മീനൂട്ടി. ഓവർ ടു സ്റ്റാർ മാജിക്.